തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശനത്തിൽ PV അൻവറുമായി ഇന്ന് കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തും. പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയുമാണ് ചർച്ച നടത്തുക. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് എന്ന നിലയിൽ UDF പ്രവേശനത്തിന് തടസ്സങ്ങളുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം ഇന്ന് അൻവറിനെ അറിയിക്കും. അൻവറിന് കേരള പാർട്ടി രൂപീകരിച്ച് UDFൽ പ്രവേശിക്കാം എന്ന ബദൽ നിർദ്ദേശമാകും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുക. KR സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജു, ഈ സൂചിപ്പിച്ചതുപോലെ തൃണമൂൽ കോൺഗ്രസുമായി മുന്നോട്ട് വന്നാൽ മുന്നണിയിലേക്ക് എടുക്കുക എന്നുള്ള കാര്യം അത് അനിശ്ചിതത്വത്തിൽ തന്നെ തുടരുകയാണ്. കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഈ നിർദ്ദേശം ഒറ്റയ്ക്ക് വരിക അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി രൂപീകരിച്ച മുന്നണിയിലേക്ക് വരിക, ഇത് അൻവർ അംഗീകരിക്കാൻ സാധ്യത കാണുന്നുണ്ടോ? അമൃത, അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിൽ വെച്ചാണ് PV അൻവറും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുക. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയുമായിരിക്കും ചർച്ചകളിൽ പങ്കെടുക്കുക. ഈ ചർച്ചകളിൽ തൃണമൂൽ കോൺഗ്രസിനെ UDFൽ പ്രവേശിപ്പിക്കണമെന്നാണ് അൻവറിന്റെ ആവശ്യം. അതിനോട് ഒറ്റയടിക്ക് കൈകൊടുക്കാൻ ഏതായാലും കോൺഗ്രസ് നേതൃത്വം തയ്യാറല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ നിരന്തരമായി മമതാ ബാനർജി അടക്കമുള്ളവർ വിമർശിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ട്. ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്ന ഘട്ടത്തിൽ പോലും ഈ ഒരു ഘട്ടത്തിൽ കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് UDF മുന്നണിയിൽ ഇടം നൽകുന്നതിനോട് വലിയ താല്പര്യമൊന്നും കോൺഗ്രസ് നേതൃത്വത്തിനില്ല. അതിനാൽ തന്നെ അൻവർ മറ്റൊരു കേരള പാർട്ടി രൂപീകരിച്ചു വരട്ടെ എന്നൊരു ആശയമാണ് കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ ഉള്ളത്. അല്ലെങ്കിൽ അൻവർ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരു പരസ്യമായ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന തരത്തിലുള്ള ആലോചനകളും അഭിപ്രായങ്ങളും ഒക്കെ ശക്തമാണ്. ഇക്കാര്യങ്ങളായിരിക്കും ഇന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിക്കുക പ്രധാനമായും അൻവറിനെ. പക്ഷേ അൻവർ ആവശ്യപ്പെടുക തനിക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ UDFൽ ഒരിടം നൽകണം എന്നുള്ളതായിരിക്കും. അത് UDF പ്രവേശനം എന്ന നിലയിൽ തന്നെയാണ്. പക്ഷേ അൻവറിന്റെ കാര്യത്തിൽ UDFലെ ഘടകകക്ഷികൾക്കും മറ്റു ചില അഭിപ്രായങ്ങൾ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അൻവർ LDF പോലുള്ള സുശക്തമായ സംഘടനാ സംവിധാനമുള്ള ഒരു മുന്നണിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളാണ്. അത്തരം അൻവർ പിന്നീട് UDFന് തലവേദന ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. അതിനാൽ സഹകരണമായിരിക്കും നല്ലത് എന്ന നിലയ്ക്കുള്ള അഭിപ്രായങ്ങൾ UDF ഘടകകക്ഷികൾക്ക് ഇടയിലുമുണ്ട്. ഇക്കാര്യത്തിലൊക്കെ കോൺഗ്രസ് നേതൃത്വം UDF ഘടകകക്ഷികളുമായി ചില ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയുള്ള കോൺഗ്രസിന്റെ അഭിപ്രായങ്ങൾ ഇന്ന് അൻവറിനെ അറിയിക്കും. ഏതായാലും ഇന്നത്തെ യോഗം കൊണ്ട് ഒരു പൂർണ്ണമായ തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതകൾ കുറവാണ്. അൻവറിന്റെ നിലപാടുകൾ കൂടി അറിഞ്ഞ ശേഷം തുടർ ചർച്ചകളാവാം എന്ന നിലയ്ക്ക് ഇന്നത്തെ യോഗം കോൺഗ്രസ് അവസാനിപ്പിക്കാനായിരിക്കും സാധ്യത. അമൃത.